ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നൊരു സ്ത്രീ സിനിമ സംവിധാനം ചെയ്യുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. എന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് 1926 സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് പോലും സമൂഹം എളുപ്പത്തിൽ അംഗീകരിച്ചിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നത് പല കുടുംബങ്ങൾക്കും അപമാനമായി തോന്നിയിരുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വെറുതെ അഭിനയിക്കുക മാത്രമല്ല, സ്വന്തമായി ഒരു സിനിമാ കമ്പനി തുടങ്ങി, സ്വന്തം സിനിമ നിർമ്മിച്ചു, തിരക്കഥ എഴുതി, ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് സംവിധാനം ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തൻ്റെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർത്തു. ആ സ്ത്രീയാണ് ഫാത്തിമ ബീഗം. പക്ഷേ ഒരു വലിയ വിരോധാഭാസം കൂടിയുണ്ട്. ഇന്ത്യയുടെ ആദ്യ വനിതാ സംവിധായകയുടെ ചിത്രം ഇന്ന് ലോകത്ത് ഒരിടത്തും കാണാനില്ല. അവർ സംവിധാനം ചെയ്ത ബുൾബുൾ ഈ പാകിസ്ഥാൻ എന്ന സിനിമയുടെ പൂർണ്ണ പ്രിന്റ് കാലത്തിന്റെ ഒഴുക്കിൽ നഷ്ടമായി. അപ്പോൾ ആരായിരുന്നു ഫാത്തിമ ബീഗം? എങ്ങനെയാണ് അവർ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്? നമുക്ക് ഏകദേശം 100 വർഷം പിന്നിലേക്ക് യാത്ര ചെയ്യാം. ഇന്ത്യൻ സിനിമയുടെ ആദ്യകാലം ദാദാ സാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജാ ഹരിശ്ചന്ദ്ര റിലീസ് ചെയ്യുന്നു. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഫീച്ചർ സിനിമ. എന്നാൽ ആ സിനിമയിൽ ഒരു കൗതുകമുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീ അഭിനേത്രിമാർ ഉണ്ടായിരുന്നില്ല. കാരണം അക്കാലത്ത് സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ സ്ത്രീ കഥാപാത്രങ്ങൾ പോലും പുരുഷന്മാരാണ് അവതരിപ്പിച്ചത്. ഇന്ന് കേൾക്കുമ്പോൾ അതിശയകരമായി തോന്നാമെങ്കിലും അതായിരുന്നു അന്നത്തെ യാഥാർത്ഥ്യം. പതിയെ സ്ഥിതിഗതികൾ മാറാൻ തുടങ്ങി. ചില ധീരരായ സ്ത്രീകൾ സിനിമയിലേക്ക് എത്തി. അവരിൽ ഏറ്റവും ശ്രദ്ധേയയായ വ്യക്തിയായിരുന്നു ഫാത്തിമ ബീഗം. 1892 ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഫാത്തിമ ബീഗം ജനിച്ചത്. അവരുടെ ബാല്യത്തെക്കുറിച്ചുള്ള രേഖകൾ വളരെ കുറവാണ്. അവർ എവിടെയാണ് പഠിച്ചത്, ബാല്യകാലം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അഭിനയത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന അവർ ആദ്യം ഉറുദു നാടകവേദിയിലാണ് ശ്രദ്ധ നേടിയത്. ആ കാലത്ത് നാടകം എന്നത് ഏറ്റവും ജനപ്രിയമായ വിനോദ മാധ്യമമായിരുന്നു. അവിടെ നിന്നാണ് അവർ വെള്ളിത്തിരയിലേക്ക് എത്തിയത്. സംവിധായകൻ ആർദശീർ ഇറാനി ഒരുക്കിയ വീർ അഭിമന്യു എന്ന നിശബ്ദ ചിത്രത്തിലൂടെയാണ് ഫാത്തിമ ബീഗം സിനിമയിലെത്തുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന സിനിമകളിൽ ശബ്ദമുണ്ട്, സംഭാഷണമുണ്ട്, പശ്ചാത്തല സംഗീതമുണ്ട്. എന്നാൽ അന്നത്തെ സിനിമകൾ പൂർണ്ണമായും നിശബ്ദമായിരുന്നു. മുഖഭാവങ്ങളും ശരീരഭാഷയും മാത്രം ഉപയോഗിച്ചായിരുന്നു വികാരം പ്രകടിപ്പിച്ചിരുന്നത്. ഈ വെല്ലുവിളി ഫാത്തിമ ബീഗം വളരെ മനോഹരമായി ഏറ്റെടുത്തു. അവരുടെ അഭിനയം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിനുശേഷം അവർ കോഹിനൂർ ഫിലിം കമ്പനി, ഇമ്പീരിയൽ ഫിലിം കമ്പനി തുടങ്ങിയ പ്രമുഖ സ്റ്റുഡിയോകളിൽ അഭിനയിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ നിശബ്ദ സിനിമകളിലെ ശ്രദ്ധേയ താരമായി മാറി. പക്ഷേ അവർക്കൊരു കാര്യം വ്യക്തമായിരുന്നു, തിരശീലയിൽ പ്രത്യക്ഷപ്പെടുക എന്നത് മാത്രം മതിയാകില്ല. സിനിമയുടെ നിയന്ത്രണം ക്യാമറയ്ക്ക് മുന്നിലുള്ളവരുടെ കൈകളിലല്ല, ക്യാമറയ്ക്ക് പിന്നിലുള്ളവരുടെ കൈകളിലാണ്. ആ കാലത്ത് കഥ എഴുതുന്നതും സിനിമ നിർമ്മിക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമെല്ലാം പുരുഷന്മാരായിരുന്നു. ഒരു സ്ത്രീക്ക് സ്വന്തമായി സിനിമ നിർമ്മിക്കാമെന്ന് പോലും പലരും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഫാത്തിമ ബീഗം മറ്റുള്ളവർ വരച്ച അതിരുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ സ്വന്തം വഴി വെട്ടി തുറക്കാൻ തീരുമാനിച്ചു. 1926 അവർ ഫാത്തിമ ഫിലിംസ് എന്ന സ്വന്തം നിർമ്മാണ കമ്പനി സ്ഥാപിച്ചു. പിന്നീട് അതിന്റെ പേര് വിക്ടോറിയ ഫാത്തിമ ഫിലിംസ് എന്നാക്കി മാറ്റി. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അത് അത്യന്തം ധീരമായ ഒരു ചുവടുവെപ്പായിരുന്നു. ഒരു സ്ത്രീ സ്വന്തം സ്റ്റുഡിയോ ആരംഭിച്ച് സിനിമ നിർമ്മിക്കുന്നു എന്ന വാർത്ത അന്നത്തെ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി. ഇതൊരു ബിസിനസ് തീരുമാനം മാത്രമായിരുന്നില്ല, സ്ത്രീകൾക്കും സിനിമയുടെ എല്ലാ മേഖലകളിലും നേതൃത്വം വഹിക്കാമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു. അതേ വർഷം 1926 ഫാത്തിമ ബീഗം തന്റെ സ്വപ്ന പദ്ധതി ആരംഭിച്ചു, ബുൾബുൾ ഈ പരിസ്ഥാൻ. ഇതൊരു സാധാരണ കുടുംബകഥയായിരുന്നില്ല. പേർഷ്യൻ കഥകളുടെയും നാടോടി കഥകളുടെയും സ്വാധീനമുള്ള ഒരു ഫാന്റസി ചിത്രമായിരുന്നു അത്. കൊട്ടാരങ്ങൾ, മാന്ത്രിക ലോകം, രാജകുമാരിമാർ, അത്ഭുത സംഭവങ്ങൾ, അക്കാലത്ത് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇവ. ചിത്രത്തിന്റെ കഥയും നിർമ്മാണവും സംവിധാനവും ഫാത്തിമ ബീഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതോടെയാണ് അവർ ഇന്ത്യയിലെ ആദ്യ വനിതാ ചലച്ചിത്ര സംവിധായിക എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 1926 കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇല്ല, ഡിജിറ്റൽ വിഷ്വൽ എഫക്ട്സ് ഇല്ല. എന്നാൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറ ട്രിക്കുകൾ, ഡബിൾ എക്സ്പോഷർ, പ്രത്യേക ചിത്രീകരണ രീതികൾ തുടങ്ങിയ അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് അത്ഭുത ദൃശ്യങ്ങൾ ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ സിനിമാ ചരിത്രകാരന്മാർ ഫാത്തിമ ബീഗത്തെ ഇന്ത്യയിലെ ആദ്യകാല ഫാന്റസി സിനിമാ സ്റ്റാറുകളിൽ ഒരാളായി വിലയിരുത്തുന്നു. ഇത് വെറും ഒരു സിനിമയുടെ വിജയം മാത്രമായിരുന്നില്ല, ഒരു സ്ത്രീക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും കഴിയുമെന്ന് തെളിയിച്ച നിമിഷം കൂടിയായിരുന്നു അത്. പക്ഷേ ചരിത്രം സൂക്ഷിക്കാനായില്ല. ഇവിടെയാണ് ഏറ്റവും ദുഃഖകരമായ ഭാഗം. ചരിത്രം സൃഷ്ടിച്ച ആ സിനിമ ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ബുൾബുൾ ഈ പരിസ്ഥാൻ എന്ന ചിത്രത്തിന്റെ പൂർണ്ണ പ്രിന്റ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അക്കാലത്തെ സിനിമകൾ നൈട്രേറ്റ് ഫിലിമിലാണ് ചിത്രീകരിച്ചിരുന്നത്. വളരെ വേഗം നശിക്കുന്നതും തീപിടിക്കാൻ സാധ്യതയുള്ളതുമായ ഫിലിം. സംരക്ഷണ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഇന്ത്യയിലെ നിശബ്ദ സിനിമകളിൽ ഭൂരിഭാഗവും കാലക്രമേണ നഷ്ടമായി. അതേ വിധിയാണ് ഫാത്തിമ ബീഗത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ചിത്രത്തിനും സംഭവിച്ചത്. ഇന്ന് അവശേഷിക്കുന്ന ചില പരസ്യങ്ങളും രേഖകളും സിനിമാ ചരിത്രകാരന്മാരുടെ കുറിപ്പുകളും മാത്രമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു സ്ത്രീ സൃഷ്ടിച്ച ചരിത്രം ഇന്ന് നമുക്ക് വായിക്കാനേ കഴിയുന്നുള്ളൂ, കാണാൻ കഴിയുന്നില്ല. അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഒരു സംവിധായിക, ഒരു നിർമ്മാതാവ്, ഒരു തിരക്കഥാകൃത്ത് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഫാത്തിമ ബീഗത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത അവരുടെ കുടുംബവും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്ഥാനം നേടിയെന്നതാണ്. ഫാത്തിമ ബീഗത്തിന് 3 പുത്രിമാരുണ്ടായിരുന്നു, സുൽത്താന, സുബൈദ, ഷഹ്സാദി. മൂവരും പിന്നീട് സിനിമയിലേക്ക് എത്തി. അവരിൽ ഏറ്റവും പ്രശസ്തയായത് സുബൈദയായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മറ്റൊരു സുപ്രധാന അധ്യായം തുറന്നത് ഈ മകളിൽ
സിനിമകളിലൂടെയാണ്. 1931 മാർച്ച് 14 ഇന്ത്യൻ സിനിമയുടെ ചരിത്രം വീണ്ടും മാറി. 4 മാസം കൊണ്ട് 40,000 രൂപ മുടക്കി ചിത്രീകരണം പൂർത്തിയായ അർദേഷിർ ഇറാനി എന്ന സംവിധായകൻ ഒരുക്കിയ ആലംമാര ബോംബെയിലെ മജസ്റ്റിക് തിയേറ്ററിൽ റിലീസ് ചെയ്തു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ശബ്ദചിത്രം, സംഭാഷണങ്ങളും ഗാനങ്ങളുമുള്ള ആദ്യ ഇന്ത്യൻ സിനിമ, ഇന്ത്യയിലെ ആദ്യ സിനിമാ ഗാനമുള്ള ചലച്ചിത്രം കൂടിയാണ് ആലംമാര. ഗാനം ആലപിച്ചത് ചിത്രത്തിലെ തന്നെ അഭിനേതാവായിരുന്ന വസീർ അഹമ്മദ് ഖാൻ ആയിരുന്നു. റെക്കോർഡിംഗ് സൗകര്യമില്ലാതിരുന്നതിനാൽ ഹാർമോണിയം, തബല എന്നിവയുടെ അകമ്പടിയോടെ ലൈവായിട്ട് പാട്ട് പാടുകയായിരുന്നു. ഈ ചിത്രത്തിലെ നായിക മറ്റാരുമല്ല, ഫാത്തിമ ബീഗത്തിന്റെ മകൾ സുബൈദ ആയിരുന്നു. അത് യാദൃച്ഛികമായ ഒരു സംഭവം മാത്രമായിരുന്നില്ല. ഒരു കുടുംബം ഇന്ത്യൻ സിനിമയിലെ 2 ചരിത്ര നാഴികക്കല്ലുകളിൽ പങ്കാളികളായി. അമ്മ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സംവിധായിക, മകൾ ഇന്ത്യയുടെ ആദ്യ ടോക്കി ചിത്രത്തിലെ നായിക. സിനിമാ ചരിത്രത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു നേട്ടമാണിത്. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഇത്ര വലിയ ചരിത്രം നേട്ടം കൈവരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ഫാത്തിമ ബീഗത്തിന്റെ പേര് അധികം കേൾക്കാത്തത്? അതിന് പ്രധാനമായി 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്, അവർ സംവിധാനം ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും ഇന്ന് ലഭ്യമല്ല. ഒരു സംവിധായകന്റെ സിനിമകൾ തന്നെ ഇല്ലാതാകുമ്പോൾ പുതിയ തലമുറയ്ക്ക് അവരുടെ സൃഷ്ടികളെ വിലയിരുത്താൻ അവസരം നഷ്ടമാകും. രണ്ടാമത്, ഇന്ത്യയിലെ നിശബ്ദ സിനിമകളിൽ ഏകദേശം 90%-ലധികം ചിത്രങ്ങൾ കാലക്രമേണ നഷ്ടമായി. അതിനാൽ ആ കാലഘട്ടത്തിലെ നിരവധി കലാകാരന്മാരുടെ സംഭാവനകൾ ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങി. മൂന്നാമത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളിൽ കൂടുതൽ ശ്രദ്ധ ലഭിച്ചത് പിന്നീട് വന്ന വലിയ സ്റ്റുഡിയോകൾക്കും ശബ്ദ ചിത്രങ്ങൾക്കുമായിരുന്നു. അതോടെ നിശബ്ദ സിനിമകളുടെ മുൻഗാമികളായ പലരും, ഫാത്തിമ ബീഗം ഉൾപ്പെടെ, പൊതുസ്മരണയിൽ നിന്ന് പതിയെ അകന്നു കഴിഞ്ഞു. കുറച്ചു വർഷങ്ങളായി സിനിമാ ചരിത്രകാരന്മാരും ഗവേഷകരും ഫാത്തിമ ബീഗത്തിന്റെ സംഭാവനകളെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ സ്ത്രീകളുടെ ചരിത്രം എഴുതുമ്പോൾ ആദ്യ അധ്യായത്തിൽ തന്നെ അവരുടെ പേര് രേഖപ്പെടുത്തുന്നു. ഇന്ന് നിരവധി സർവകലാശാലകളിലും ഫിലിം സ്റ്റഡീസ് കോഴ്സുകളിലും ഫാത്തിമ ബീഗത്തിന്റെ സംഭാവന പഠന വിഷയമാണ്. കാരണം അവർ സംവിധായിക മാത്രമായിരുന്നില്ല, സിനിമയിലെ സ്ത്രീ നേതൃത്വത്തിന്റെ ആദ്യ പ്രതീകങ്ങളിൽ ഒരാളായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ അപർണ സെൻ, സായി പരാഞ്ചെ, ദീപ മേത്ത, സോയ അക്തർ, മേഘ്ന ഗുൽസാർ, ഗൗരി ഷിൻഡെ തുടങ്ങിയ നിരവധി വനിതാ സംവിധായകർ ശ്രദ്ധേയരാണ്. അവരിൽ ഓരോരുത്തരുടെയും വിജയത്തിന് പിന്നിൽ ചരിത്രത്തിന്റെ ആദ്യപടിയിൽ ധൈര്യത്തോടെ കാൽവെച്ച ഒരു സ്ത്രീയുടെ കഥയുണ്ട്. ആ സ്ത്രീയാണ് ഫാത്തിമ ബീഗം. അവർ പണിത വഴിയിലൂടെയാണ് പിന്നീട് 100 കണക്കിന് സ്ത്രീകൾ ഇന്ത്യൻ സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിലെത്തിയത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യ വനിതാ സംവിധായക എന്ന നേട്ടം സ്വന്തമാക്കിയ ഫാത്തിമ ബീഗം പിന്നീട് കുറച്ചു കാലം കൂടി സിനിമാ രംഗത്ത് സജീവമായി തുടർന്നു. സ്വന്തം നിർമ്മാണ കമ്പനിയായ വിക്ടോറിയ ഫാത്തിമ ഫിലിംസിന്റെ ബാനറിൽ അവർ നിരവധി നിശബ്ദ ചിത്രങ്ങൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ കാലം മാറുകയായിരുന്നു. 1931 ശബ്ദ ചിത്രങ്ങളുടെ യുഗം ആരംഭിച്ചു. അതോടെ ഇന്ത്യൻ സിനിമയുടെ മുഖച്ഛായ തന്നെ മാറി. നിശബ്ദ സിനിമകളിലെ പല താരങ്ങൾക്കും സംവിധായകർക്കും പുതിയ കാലഘട്ടവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമായി. ഫാത്തിമ ബീഗവും പതിയെ സിനിമയുടെ മുൻനിരയിൽ നിന്ന് മാറി നിന്നു. എന്നാൽ അവർ സൃഷ്ടിച്ച ചരിത്രം അവിടെ അവസാനിച്ചില്ല. അവർ മറക്കപ്പെട്ട ഒരു പേരായിരിക്കാം, പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ ആദ്യ വനിതാ സംവിധായിക എന്ന ബഹുമതി എന്നും ഫാത്തിമ ബീഗത്തിൻ്റെത് മാത്രമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.